ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. വോയിസ് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ പുറത്താണ്. ഞങ്ങളൊന്ന് അബുദാബി സിറ്റി വരെ പോകാൻ പോവാം. അപ്പോൾ അവിടെ ചേച്ചിയുടെ വീട് അവിടെയാണ്, കസിൻ ചേച്ചിയുടെ വീട് അവിടെയാണ്. അപ്പോൾ ചേച്ചിയുടെ വീട് വരെ പോകും. നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ പോവാം ഗൈസ്. അപ്പോൾ ഭയങ്കര ചൂടാണ് ഗൈസ്. അവിടെ ഭയങ്കര ചൂട് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പുറത്ത് നിൽക്കാൻ പറ്റില്ല, അത്രക്കും ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഏട്ടൻ വണ്ടി എടുക്കാൻ പോയേക്കാണ്. നമുക്കിവിടെ പാർക്കിങ് കുറച്ച് സീനാണ് കണ്ട, ബാക്ക് വശം കണ്ട. ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട് വെച്ചതാണ്. പക്ഷെ നമുക്കിപ്പം കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മളോട് ഇവിടെ പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്നു. ഫൈനുണ്ട് പാർക്ക് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്ക് വണ്ടി ഇപ്പോൾ കുറേ ദൂരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. കണ്ട, ഇപ്പം തന്നെ വേർത്തൊഴുകി ആകെ കഷ്ടമായിപ്പോയി. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വില്ല, കാണുന്നുണ്ടോ? ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ല. ഞങ്ങൾ അബുദാബി തന്നെയാണ്. ഇത് കണ്ടോ ഗൈസ്, നമ്മളിതോ ആ പള്ളിയുടെ അവിടെയായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏട്ടൻ പോയിട്ട് കുറച്ച് നേരം ഇങ്ങോട്ട് എത്തിയിട്ടില്ല, എന്താണെന്നറിയില്ല. വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഏട്ടൻ ഇപ്പോൾ എത്തിയത്. കുറച്ച് നടക്കാനുള്ളത് കൊണ്ടിട്ട് നല്ല രസമാണ് അത് ഈ ചൂടത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നാൽ മതി പറഞ്ഞു. ഇത് കണ്ട എല്ലാവരും കൊച്ചുങ്ങളെയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യും. ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വണ്ടി കൊണ്ടുവന്നു ഗൈസ്, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4:30 ആയപ്പോൾ നമ്മളിവിടെ നീങ്ങി നമ്മളങ്ങനെ അബുദാബി സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ആ കാണാൻ പറ്റുന്നോന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ കാണുന്നതാണ് കോയിൻ പോലിരിക്കുന്ന ബിൽഡിങ്. ബിൽഡിങ്ങിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഏട്ടൻ പറഞ്ഞപ്പോഴാണ് കണ്ടത്. ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു ബിൽഡിംഗ് അതാണ്. ഗൈസ്, ഫ്രിഡ്ജ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ഡിസൈനല്ലേ. ഇപ്പം നമ്മൾ അബുദാബി സിറ്റിയിലേക്ക് കയറാൻ പോണേണ് കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ ലോകത്തെ 3ാമത്തെ വലിയ പള്ളി എന്നറിയപ്പെടുന്ന മോസ്ക് ടൗൺ. ഇതാണ് നമ്മുടെ അബുദാബിയിലെ
പൈനാപ്പിൾ ടവർ എന്നറിയപ്പെടുന്ന ബിൽഡിംഗ് കേട്ടോ. ഇത് രാത്രി കാണാൻ നല്ല ഭംഗി. ഇതിനൊരു പ്രത്യേകതയുണ്ട്, വെയിൽ വരുമ്പോഴേക്കും അത് ക്ലോസ് ആവും. കണ്ടതിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഞാനിതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ, ക്ലിയർ ആയിട്ടുള്ളത്. കണ്ട ഗൈസ്, ഈ കാണുന്നതെല്ലാം അബുദാബി പോലീസ് സ്റ്റേഷൻ്റെ ഏരിയ ആണ്. അത് ഫുള്ള് കാണുന്ന ഇവിടെ നിന്ന് ആ ബിൽഡിംഗ് വരെ കാണുന്ന അത്രയും അബുദാബി പോലീസ് സ്റ്റേഷൻ ആണത്. ഗൈസ്, അകത്ത് എന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിലെത്തി. ആൻറ്റി ഉണ്ട്, ചേച്ചി ഉണ്ട്. ആൻറ്റിയുടെ മോൾ കൂടെയാണ് താമസിക്കുന്നത്. ആൻറ്റി ചേച്ചിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അകത്ത് നിന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഗൈസ്. അതുകൊണ്ട് പറ്റിയ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറിയിരിക്കും. തല്ലി പൊട്ടിച്ചേനെ എന്താ വാതിൽ തുറക്കുന്നില്ല ഗൈസ്, തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ ഏത് കട? നമ്മളങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്ന കേട്ടോ. നമ്മൾ സിറ്റി വഴി ഒന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോണത്. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അവർ ഉറങ്ങിയായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഇടിച്ച് എഴുന്നേൽപ്പിച്ച്. കൊച്ചുറങ്ങണ കൊണ്ടിട്ട് നമുക്ക് കോളിംഗ് ബെല്ല് അടിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ കുട്ടിയിട്ടാണെങ്കിൽ ആരും കേട്ടില്ല. പിന്നെ നമ്മൾ വരയ്ക്കുക ഫോണിലൊക്കെ വെച്ച് വാവങ്ങൾ ഉറങ്ങിയായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാവ ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു മൈൻഡിലായിരിക്കും. അത് കാരണം വീഡിയോയാ ഒന്നും ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ഞാൻ എടുക്കാൻ പറ്റില്ല പറഞ്ഞു. അബുദാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. നമ്മളിങ്ങനെ സിറ്റി വഴിങ്ങനെ വെക്കുന്നത്. അതിൽ ക്ലിയർ ഇല്ലാത്തത് മൊത്തത്തിൽ ലൈറ്റ് പുറത്ത് ഭയങ്കരമായിട്ട് അടിക്കണോണ്ടിട്ടാണ് എത്ര ക്ലിയർ ഇല്ലാത്തത് ആണ് ക്ഷമിച്ചേക്കണേ. ഫ്ലാറ്റ് കുറവുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കണം. എന്ത് ഭംഗിയില്ല ഫ്ലാറ്റുണ്ട്. എൻ്റെ കാറ്റല്ലേ, ഹോട്ടലാണ്.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 10 മണി കഴിഞ്ഞ്. അവിടെ നിന്ന് പൊറോട്ടയും പിന്നെ ബീഫ് കറി, പിന്നെ പൂട്ടിക്കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുണ്ടാക്കിയ പോർക്ക് കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കഴിച്ചപ്പോൾ 10 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ മണി 12:15 കഴിഞ്ഞ്. നല്ല ക്ഷീണമുണ്ട്, കണ്ണൊക്കെ അടഞ്ഞു പോകണം. അപ്പം ഞാൻ അവിടെ ആക്കിയിട്ട് ഏട്ടൻ പോയി വണ്ടി ഇടാൻ പോയേക്കാണ്, വന്നിട്ടില്ല. അപ്പം ഞാനപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ടാറ്റാ.